പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാൽ പാത്തും പതുങ്ങി നമ്മൾ കിച്ചണിൽ കയറണം. എന്നിട്ട് പോയി അവിടെ ഇരിക്കുന്നില്ലെങ്കിൽ പറക്കി കഴിച്ചോണം. ഇന്നത്തെ ഈ പോക്ക് മൂക്കുമട്ടം കഴിച്ച് വയറും നിറച്ചിട്ട് പിന്നെയും കഴിക്കാനല്ല. ഇന്ന് രാവിലെ എന്തോ ഒന്ന് കഴിച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാൻ മറന്നുപോയതിനാൽ അതേ ഞാൻ മറന്നുപോയി. ഫുഡാണേലും അതും ഇടയ്ക്കൊക്കെ ചേച്ചി മറക്കാറുണ്ട്. എന്നാൽ രാത്രി കഴിച്ചതാണേലോ വളരെ കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ട് ഫ്രൈ ചെയ്ത മധുരക്കിഴങ്ങ്. പിന്നെ അതിൽ കുറച്ച് ബട്ടർ അധികം വന്നുകൊണ്ട് മാത്രം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ചു. അതൊരു സ്വല്പം ബട്ടർ ആയിരിക്കാം, പക്ഷെ എനിക്ക് അതുപോലും വെറുതെ കളയുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഇത് അതൊരൊറ്റ വൈകിങ് അകത്താക്കി. പിന്നെ 2-3 മധുരക്കിഴങ്ങ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ അതും അല്ലറ ചില്ലറ സാധനമൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ബ്രൗണി അങ്ങ് ഉണ്ടാക്കി. അതിന് ആവി വാർന്ന കാണാൻ പറ്റുന്നുണ്ടോ? ചൂട് സാധനം ഊതി ഊതി കഴിക്കുന്നതിൽ എനിക്കിഷ്ടം. അത് ചൂടോടെടുത്ത് വയലോട്ടിട്ട് ഊതി ഊതി ഇറക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ് ഞാൻ. കൂടെ ഒരു പഴവും ഉണ്ടായിരുന്ന കുറച്ച് ബ്ലൂബെറിയും കൂടെ എടുത്ത് ഫ്രീസർ വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിച്ചത് ഒന്നിനും തെയ്യാത്തോണ്ട് തന്നെ ഉറങ്ങാൻ നേരം വിശക്കാൻ തുടങ്ങും. ആ പഴവും ബ്ലൂബെറിയും ഫ്രീസറിൽ ഇരിക്കുന്ന സ്ഥിതിക്ക് വിശന്ന് കിടന്നുറങ്ങുന്നത് ശരിയല്ലല്ലോ. നമുക്ക് പോയി ഒരു സ്മൂതി ഉണ്ടാക്കി കുടിക്കാം. ആ പഴവും ഈ സാധനം എല്ലാം കല്ലുപോലായി. എന്നാലും നല്ല പഴുത്ത പഴമായോണ്ട് ബുളുബുളാന്നിരിക്കുവായിരുന്നേ. ആ തണുത്ത മരം വെച്ച ബ്ലൂബെറി എടുത്ത് കഴിച്ച് പല്ലും പോയി. ഒന്നാമതേ രാത്രി അതിനോട് തണുപ്പുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത സാധനവും എടുത്തിട്ട് എന്റെ കൈകളെല്ലാം മരവിച്ചു പോയി. എന്തായാലും രാത്രി തണുപ്പ് കഴിച്ചാൽ പനി പിടിക്കുന്ന അസുഖമൊന്നും എനിക്കില്ലാത്തോണ്ട് തന്നെ വലിയ കാര്യമായി. അല്ലെ പിന്നെ എന്നും പനി പിടിച്ച് കിടക്കാൻ എനിക്ക് സമയം ഉണ്ടാവും. പിന്നെ ഇതിന്റെ സൈഡിൽ പോയി ഇങ്ങനെ മാറി നിന്ന് ഒരു ലോഡ് എക്സ്പ്രഷൻ ഇട്ട് അതിന്റെ ശബ്ദം കുറയുമെന്ന് ചോദിച്ചാൽ അല്ല, ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോൾ രാത്രിയിൽ ഇമാതിരി ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതുപോലത്തെ കുറച്ച് എക്സ്പ്രഷൻസ് ഒക്കെ കാണിക്കണം. എന്നാലേ ശബ്ദം ഉണ്ടാക്കുന്നതിലും ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നതിലും നമുക്ക് കുറച്ച് വിഷമമൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റൂ. ഇനിയിപ്പോൾ നമുക്ക് സ്വല്പം TV കണ്ടുകൊണ്ട് സ്മൂതി എൻജോയ് ചെയ്യാം. പിന്നെ ഇതിൽ പഞ്ചസാരയൊന്നും ഇടാതെ നല്ല മധുരം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ എടുത്തത് ബുളുബുളാപ്പഴമായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ വലിയൊരു പുള്ളിക്കാരിയുടെ വീഡിയോ ആണ് കണ്ടോണ്ടിരിക്കുന്നത്. അപ്പൊ ആളെ മനസ്സിലായവർ പറയാൻ ഒരു മടിയും കാണിക്കണ്ട.